വേറൊരു വാർത്ത, രഹസ്യ ചർച്ചയല്ല പിണറായി. അതായത് ജമായത്ത് ഇസ്ലാമിയുമായി നടന്നത് രഹസ്യ ചർച്ചയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരനാവശ്യ വിവാദവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം, ഞങ്ങൾക്കിടയിലുണ്ടായ അകൽച്ച മാറി, ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ്. ആരെ? ജമായത്ത് ഇസ്ലാമിയായിട്ട്. ഇത് ഒരു കാലത്തും ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞാണ്. മനസ്സിലായില്ലേ? ഇനി ജമായത്ത് ഇസ്ലാമിയുമായി പല വിഷയങ്ങളിലും CPMന് യോജിപ്പ്. തോമസ് ഐസക് കേട്ടോ, ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കുന്നത്, ഇതൊക്കെ ആരെങ്കിലും വന്നു. ഇനി ദേശാഭിമാനി വീണ്ടും ജമായത്ത് ഇസ്ലാമി പിന്തുണ LDFന്. ദേശാഭിമാനി പത്രമാണ്. എന്താണ് കാര്യം? കോൺഗ്രസിന് സാമ്രാജ്യത്വ ദാസ്യം. സാമ്രാജ്യത്വ ശക്തികളുമായി, അതായത് അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുമായി കേരളത്തിലെ കോൺഗ്രസിന് ഒരു ദാസ്യ മനോഭാവമുണ്ട് അമേരിക്കയ്ക്ക് എടുത്ത്. അതിൽ പ്രതിഷേധിച്ച് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ LDF മേടിച്ചിരിക്കുകയാണ്. ഇനി 2019 കോയമ്പത്തൂരിലെ വിജയി, അതായത് CPM വിജയി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നടരാജൻ വെൽഫെയർ പാർട്ടി ഓഫീസിൽ ഒന്ന് നന്ദി പറയാൻ നിൽക്കുക. ഫോട്ടോ കോയമ്പത്തൂർ തൊട്ടപ്പുറത്ത്, പാലക്കാട് അപ്പുറത്ത്. 2019 പാർലമെൻറ്റ് ഇലക്ഷനിൽ കോയമ്പത്തൂരിലെ CPM സ്ഥാനാർത്ഥിക്ക് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പിണറായി വിജയൻ. ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ കാര്യം നോക്കേണ്ട ആളാണ്. തൊട്ടപ്പുറത്ത് കോയമ്പത്തൂർ നടരാജൻ വന്ന് അഭിവാദ്യം ചെയ്തു. ഇനി രാജസ്ഥാനിലെ സിക്കറിൽ വിജയിച്ച CPM സ്ഥാനാർത്ഥി വെൽഫെയർ ഓഫീസിൽ അവിടെ നന്ദി പറയാൻ പോയേക്കുക. വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ നന്ദി പറയാൻ പോയേക്കുക. ഇതൊക്കെ കേരളം കാണുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി ഒന്ന് ഓർത്താൽ മതി. ഇതെല്ലാവർക്കും അറിയാം. 4 പതിറ്റാണ്ട് കാലം ജമായത്ത് ഇസ്ലാമിയുടെ തോളിൽ കൈതൂങ്ങി നടന്ന ആളുകൾ ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തപ്പോൾ എല്ലാം അറിയാം. ഇനി SDPI പിന്തുണയോടെ പറപ്പൂരിൽ CPM പ്രസിഡന്റ്. എത്ര വാർത്തയുണ്ട്. ഇനി നിങ്ങളറിയണം, PDP ഇത് നായനാരുടെ കാലത്ത് ഇറങ്ങിയ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ ഇറക്കിയ ഒരു ബുക്കാണ്. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് മദനി ആഭ്യന്തര വകുപ്പിൻ്റെ അവകാശവാദമാണ്. കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറി. അത് ആഭ്യന്തര വകുപ്പിൻ്റെ നേട്ടമായിട്ടാണ്. സംസ്ഥാന പോലീസിൻ്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളയിലെ നുള്ളിക്കളയാൻ കഴിഞ്ഞു. അതായത് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കലാപം മുഴുവൻ അടിച്ചമർത്താൻ കഴിഞ്ഞു എല്ലാം. എന്നിട്ട് ഈ ആൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിൽ 1 മണിക്കൂർ കാത്തിരുന്നു ഈ ആൾക്ക് വേണ്ടിയിട്ട്. ആരാണ്? പിണറായി വിജയൻ. കാപട്യമേ അങ്ങയുടെ പേര്, അങ്ങയുടെ കാപട്യത്തിൻ്റെ പര്യായമാണോ അങ്ങ്? ഇങ്ങനെ വന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വന്ന് ഒരു ബന്ധവുമില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഏത് ജമായത്ത് ഇസ്ലാമി, ഏത് വെൽഫെയർ പാർട്ടി എന്നൊക്കെ പിണറായി വിജയനെ പോലെ ഒരാളെ ചോദിക്കാമോ? നിങ്ങൾ വേറൊരു കാര്യം കൂടി അറിയണം. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ മുഴുവൻ മത ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കലായിരുന്നു. അന്ന് വ്യാപകമായി എല്ലാ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ എല്ലാ ദിവസവും പൗരത്വ രജിസ്റ്ററിനെ കുറിച്ചാണ് പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. 35ാമത്തെ ദിവസം ഞാനൊരു പത്രസമ്മേളനം നടത്തി. ഇങ്ങനെ ന്യൂനപക്ഷ പ്രകടനം നടത്തല്ല, അവർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് ഈ പൗരത്വ രജിസ്റ്റർ അറിയാമോ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സംസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് 843 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആകെ പിൻവലിച്ച കേസ് 112 എണ്ണമുള്ളൂ. അതാരെ സന്തോഷിപ്പിക്കാനാണ് ഈ കേസ് പിൻവലിക്കാതിരുന്നത്? BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനാണ് കേസുകൾ പിൻവലിക്കാതിരുന്നത്. അന്ന് ന്യൂനപക്ഷ വോട്ട് കിട്ടിയില്ല എന്ന് കണ്ട ഉടൻ തന്നെ നേരെ മാറി ഇപ്പോൾ ആരുടെ കൂടെ? ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അതിട്ട് ചില ആളുകളെ കൂടി കൊണ്ടുവന്നിട്ട്, ചില ഉപകരണങ്ങൾ കിട്ടുമല്ലോ, അവരെ കൂടി കൊണ്ടുവന്നിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രസംഗിപ്പിക്കും. മലപ്പുറത്തിനെതിരായ പ്രസംഗം, ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രസംഗം. ലീഗ് വർഗീയ ശക്തിയല്ല, മതേതര ശക്തിയാണെന്ന് ലീഗിൻ്റെ പുറകെ നടന്നപ്പോൾ ഒരു കൊല്ലം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ലീഗിനെ കിട്ടൂല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ലീഗ് വർഗീയ ശക്തിയായി. 4 പതിറ്റാണ്ട് കാലം ഇതെല്ലാം ചെയ്തു വെച്ച ആളുകൾ അവരുടെ കൂടെ കൂടുമ്പോൾ ഇവരെല്ലാം മതേതര പാർട്ടികൾ. കോൺഗ്രസിന് പിന്തുണ കൊടുത്താൽ വർഗീയ പാർട്ടി. ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഇതാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്.